ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രേണുക. മെഡി ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റമിൻ സീരീസിൽ ഇന്ന് വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വൈറ്റമിൻ B3 ഒരു വാട്ടർ സോളബിൾ വൈറ്റമിൻ ആണ്. ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് നിയാസിൻ ലഭിക്കുന്നത്. ഒന്ന് നിക്കോട്ടിനിക് ആസിഡായിട്ടും മറ്റൊന്ന് നിക്കോട്ടിനാമൈഡായിട്ടും. പിന്നെ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിക്കോട്ടിനാമൈഡായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഏതാണ്ട് എല്ലാ ഭാഗത്തിൻ്റെയും ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ B3 ആവശ്യമാണ്. നമ്മളുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ 400-ലധികം ജൈവരാസ പ്രവർത്തനങ്ങളുടെ കോഎൻസൈമായിട്ട് പ്രവർത്തിക്കുന്ന നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോറ്റൈഡും നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റും നിർമ്മാണമാണ്, സിന്തസിസ് ആണ് നിയാസിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. പിന്നെ DNA നിർമ്മാണവും അതിൻ്റെ റിപ്പയറിലും B3ക്ക് വലിയൊരു പങ്കുണ്ട്. B3ക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ശരീരത്തിൽ ചർമ്മം, ദഹന വ്യവസ്ഥ, നാഡീവ്യവസ്ഥയൊക്കെ ആരോഗ്യകരമായി നിലനിർത്താൻ B3 ആവശ്യമാണ്. ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനും നിയാസിന് വലിയൊരു പങ്കുണ്ട്. അതായത് നല്ല കൊളസ്ട്രോളായ HDL വർദ്ധിപ്പിക്കുന്നതിനും മോശം കൊളസ്ട്രോളായ LDL കുറയ്ക്കുന്നതിനും നിയാസിന് ഒരു പ്രധാന പങ്കുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന സോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് റെഡ് മീറ്റ്, അതായത് ബീഫ്, പോർക്കൊക്കെ, പിന്നെ മത്സ്യം, മുട്ട, തവിടോട് കൂടിയുള്ള അരി, പിന്നെ പയറുവർഗ്ഗങ്ങൾ, പഴം, നട്ട്സ്, സീഡ്സ്, പിന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ട്രിപ്റ്റോഫാൻ്റെ ഒരു മെയിൻ സോഴ്സാണ് ടർക്കി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. ഒരു അഡൽട്ട് മെയിലിന് 16 മില്ലിഗ്രാമും അഡൽട്ട് ഫീമെയിലിന് 14 മില്ലിഗ്രാം, പ്രഗ്നൻസിയിൽ 18 മില്ലിഗ്രാമും ലാക്ടേഷനിൽ 17 മില്ലിഗ്രാം. ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ള ആർക്കൊക്കെയാണ്? ഒന്ന് ഈ പോഷകക്കുറവുള്ള ആൾക്കാർക്ക്, മറ്റൊന്ന് ഈ മദ്യപാനികൾക്ക്, കരൾ രോഗമുള്ളവർക്കൊക്കെയാണ് സാധാരണ ഡെഫിഷ്യൻസി വരുന്നത്. നിയാസിൻ ഡെഫിഷ്യൻസി സ്റ്റേറ്റിനെ നമ്മൾ പെല്ലാഗ്ര എന്നാണ് പറയുന്നത്. ക്ലാസിക്കലി നമ്മൾ പറയും 4 Ds ഇൻ പെല്ലാഗ്ര. ഒന്ന് ഡെർമറ്റൈറ്റിസ്, ചർമ്മ പ്രശ്നങ്ങൾ, പിന്നെ ഡയറിയ, ദഹന പ്രശ്നങ്ങൾ, പിന്നെ ഡിമെൻഷ്യ, നാഡീവ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ, പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഡെത്ത്, മരണം വരെ സംഭവിക്കാം. അപ്പോൾ ചർമ്മ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് സ്കിന്നിൽ റാഷസ്, ഡിസ്കളറേഷൻസ്, പിന്നെ ചുട്ടെടുത്ത പോലത്തെ പരുക്കൻ ചർമ്മം, ചുവന്ന നാവൊക്കെ. ദഹന പ്രശ്നങ്ങളായിട്ട് വിശപ്പില്ലായ്മ, വയറിളക്കം, ഛർദിയൊക്കെ കാണാം. നാഡീവ്യവസ്ഥയുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾക്ക് ക്ഷീണം, തലവേദന, ഓർമ്മക്കുറവ്, വിഷാദം ഒക്കെ രോഗിക്ക് അനുഭവപ്പെടാം. ഇനി ഇതിൻ്റെ ചികിത്സ നമ്മൾ പ്രധാനമായിട്ടും സപ്ലിമെൻറ്റ്സ് തന്നെയാണ്, നിയാസിൻ സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. പലപ്പോഴും മറ്റു B കോംപ്ലെക്സ് ഡെഫിഷ്യൻസിയും കൂടെ അസോസിയേറ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ B കോംപ്ലെക്സ് സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. പക്ഷെ നിയാസിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതൊരിക്കലും ഹൈ ഡോസ്, ഓവർഡോസ് ആവാൻ ഇതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഹൈ ഡോസ് നിയാസിൻ ഫ്ലഷിങ് റിയാക്ഷൻസ് ഉണ്ടാക്കും. അതായത് നമ്മളുടെ ശരീരത്തിലും നെഞ്ചിലും മുഖത്തുമൊക്കെ ചുവന്ന പാടും പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടാം. ഇനി ഹൈ ഡോസ് നിയാസിൻ പലപ്പോഴും മറ്റ് മെഡിസിനായിട്ട് ചെറിയ ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതായത് ഈ മദ്യപാനികൾ ഹൈ ഡോസ് നിയാസിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ കരളിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻസിനൊപ്പം ഹൈ ഡോസ് നിയാസിൻ എടുക്കുമ്പോൾ മസിൽ ഡാമേജിനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഷുഗർ ലെവൽ കൂട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഹൈ ഡോസ് നിയാസിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുക. BP കുറയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഹൈ ഡോസ് നിയാസിൻ. അതുകൊണ്ട് ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻസ് കഴിക്കുന്ന രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗൗട്ടിന് കൊടുക്കുന്ന മരുന്നുകളുടെ എഫക്റ്റീവ്നെസ് കുറയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗട്ട് വേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിയാസിന്. അതുകൊണ്ട് അത് രണ്ടും ഒപ്പം കഴിവതും കഴിക്കാതിരിക്കുക. നിയാസിൻ്റെ കുറവ് വന്നാലുള്ള ബുദ്ധിമുട്ടും നിയാസിൻ സപ്ലിമെൻറ്റ്സ് ഓവർഡോസ് ആയാലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. സോ അതുകൊണ്ട് നാച്ചുറൽ വേസിൽ നിയാസിൻ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി ആരോഗ്യകരമായി ഇരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.